ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കഞ്ഞിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെയാണ്, പപ്പടം ചുട്ടതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. മട്ടരി കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മട്ടരി ഒന്ന് നന്നായിട്ട് കഴുകുകയാണ്. ഈ അരിക്ക് തവിട് കൂടുതലല്ലേ, അപ്പോൾ അത് 2, 3, 4 പ്രാവശ്യമൊക്കെ കഴുകിയാലാണ് തവിട് നന്നായിട്ട് പോകും. പിന്നെ അതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ കഴുകും, അപ്പോൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് കിട്ടും. നല്ല വേവുള്ള അരിയാണ്. ഒരു 6 മണിക്ക് അടുപ്പത്തിട്ടാലാണ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വെന്ത് കഞ്ഞിയാവുള്ളൂ. അപ്പോൾ എല്ലാവരും നേരത്തെയൊക്കെ രാത്രി ഭക്ഷണം കഴിക്കണം, കാരണം നേരത്തെ ആവും വേണം. 8 മണിയാകുമ്പോഴേക്കും കഴിക്കാൻ പാകത്തിൽ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 6 മണിക്ക് തന്നെ അരി അടുപ്പത്തിടുന്നത്. അപ്പോൾ അരിയൊക്കെ നന്നായി കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെള്ളം തിളച്ച് വരുന്നു. അപ്പോൾ അതിലേക്ക് അരിയിട്ട് അതങ്ങനെ വേവട്ടെ. അങ്ങനെ അടുപ്പത്ത് കിടന്ന അരി വെന്തോളും. ഇനി അതിലേക്ക് ചമ്മന്തിയും പപ്പടം ചുട്ടതും ഒക്കെ ഉണ്ടാക്കുക, അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ആണ് അടുത്ത പണി. ഇനി കഞ്ഞിക്ക് മാങ്ങച്ചാറാണ് കേട്ടോ ഉണ്ടാക്കണത്. മാങ്ങച്ചാറ് പറയുമ്പോൾ പച്ചമാങ്ങ അല്ല, ഇത് ഉപ്പിട്ട് വെച്ച, നേരത്തെ പറിച്ചിട്ട് ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്. അത് നന്നായി ഉപ്പുമാങ്ങയാണ് എടുത്തിട്ട് അത് മുറിച്ചിട്ടാണ് കേട്ടോ അച്ചാർ പൊടിയൊക്കെ ഇട്ട് അച്ചാർ ഉണ്ടാക്കണത്. അപ്പോൾ അത് കുറേ ആയിരുന്നു, കുപ്പിയിലിങ്ങനെ ഇട്ട് വെച്ചതാണ്. അത് കൈയൊന്നും തൊടാതെ എടുക്കുകയാണ്. അങ്ങനെ കയ്യിലും കൊണ്ട് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. കൈ തൊട്ടാൽ പിന്നെ അതങ്ങനെ പെട്ടെന്ന് കേടായി പോവും. അതാണ് കൈ തൊടാതെ. അടപ്പ് എപ്പോഴും തുറന്ന് വായു ഇങ്ങനെ പുറത്തേക്ക്, വായു ഉള്ളിൽ കയറിയാലും അത് പെട്ടെന്ന് കേടാവും. അപ്പോൾ എപ്പോഴും അടപ്പ് ഒക്കെ വെച്ച് അടച്ച് വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ കയ്യിലും കൊണ്ട് ഒരു 5-6 എടുത്തിട്ട് ഇനി അത് മുറിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കണത്. അതിലേക്ക് അച്ചാർ പൊടിയും ഒക്കെ കൂട്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണ്. മാങ്ങ ഒരു 5-6 എടുത്തിട്ടാണ്, കുറച്ച് ഒരുപാട് ഒന്നിച്ചിട്ട് വെക്കുന്നില്ല, കുറച്ച് എടുത്തിട്ട് അച്ചാറിടുകയാണ് ചെയ്യുക. പച്ചമാങ്ങ അച്ചാറിടുന്ന ടേസ്റ്റ് അല്ല ഈ ഉപ്പുമാങ്ങയും കൊണ്ട് അച്ചാറിടുമ്പോൾ. ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ മറ്റേ മാങ്ങയുടെ അച്ചാറിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ട് ഈ മാങ്ങ അച്ചാറിന്. അതല്ലെങ്കിൽ ഒരു മാങ്ങയും കുറച്ച് ഈ അച്ചാറിൻ്റെ വെള്ളവും പിന്നെ ഒരു പച്ചമുളകും ഉടച്ചിട്ട് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മാങ്ങയുടെ അണ്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുകയാണ്. ഇത് വലുതാക്കിയിട്ടും വേണമെങ്കിൽ ഇടാം, വലിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇടാം, ഒരുപാട് കുഞ്ഞാക്കിയിട്ട് അച്ചാർ കഷ്ണങ്ങളാക്കാം. ഇതിപ്പോൾ കുറച്ച് ഒരു മീഡിയം സൈസായിട്ട് നുറുക്കിയിട്ടാണ് കേട്ടോ ഇടണത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അണ്ടി മാറ്റി കളയുകയാണ്. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ ചെറുതായി നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും പിന്നെ അടുപ്പത്തിട്ട് അരി പകുതിയോളം വെന്തിട്ടുണ്ട്. കഞ്ഞി ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. അപ്പം അരി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഒന്നും കൂടെ വെന്ത് കഴിയുമ്പോൾ കഞ്ഞി റെഡിയാവും. ഇനി കഞ്ഞി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിച്ചിട്ട് അച്ചാറും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഒക്കെ ചൂടായി വന്നപ്പോൾ മുളക് പൊടിയും പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടാക്കിയിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കറിവേപ്പിലയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിലേക്ക് ആ നുറുക്കി വെച്ച കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായി ഇളക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കായത്തിൻ്റെ മണം ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അച്ചാർ പൊടി മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അത്ര കായത്തിൻ്റെ മണം വരില്ല. അവയ്ക്ക് കായത്തിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ കായപ്പൊടി ഇട്ട് കൊടുക്കണത്. പിന്നെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ അച്ചാർ റെഡിയായി. ഇനിയിപ്പോൾ കഞ്ഞി വാങ്ങി വെച്ച് പപ്പടം കൂടെ ചുട്ടെടുക്കണം. അപ്പോൾ അടുപ്പിൽ നല്ല കണലുണ്ട്, കഞ്ഞി വേവിച്ച അടുപ്പിൽ നല്ല കണലുണ്ട്. അപ്പോൾ ആ കണലിലാണ് കേട്ടോ, ഗ്യാസിലല്ല, വിറകടുപ്പിലെ കണലിലാണ് പപ്പടം ചുട്ടെടുക്കണത്. പിന്നെ 3-4 പപ്പടം എണ്ണയിൽ വറുത്തെടുക്കും ചെയ്യുന്നുണ്ട്. ചുട്ട് പപ്പടം വേണ്ടവർക്ക് കഞ്ഞിക്ക് ചുട്ട പപ്പടം കൂട്ടാം, വറുത്തത് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചമ്മന്തിയും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു തേങ്ങ ചമ്മന്തി അരച്ച്, ചമ്മന്തിയും അച്ചാറും പപ്പടമാണ് കഞ്ഞിക്ക്. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇപ്പം അടുപ്പത്തുനിന്ന് വാങ്ങിയ കഞ്ഞിയാവും കൊണ്ട് കഞ്ഞി നല്ല ചൂടാണ്. അപ്പോൾ അത് കഴിക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ ഒന്ന് പ്ലേറ്റിലൊക്കെ ഒന്ന് വിളമ്പി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് ചൂടാറി കിട്ടുമല്ലോ, കഴിക്കാൻ പാകത്തിലുള്ള ചൂടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ പ്ലേറ്റുകളിലൊക്കെ കഞ്ഞി ഒഴിച്ച് വെക്കുകയാണ്.
പപ്പടം വേണ്ടവർക്ക് പപ്പടം വേണ്ടവർക്ക് ചുട്ടതും വറുത്തത് വേണ്ടവർക്ക് വറുത്തതും എടുക്കാൻ കരുതിയിട്ടാണ് പപ്പടം കാച്ചും വറക്കുകയോ അല്ല ചുടും ഒക്കെ ചെയ്തത്. പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ട്, മാങ്ങച്ചാറും, പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കഞ്ഞിക്ക്. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഞ്ഞി ഞങ്ങൾ കുടിച്ചു വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം കഞ്ഞി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.